ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ബിഗ് നൗസ് ടെക്. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നൗൺ ആയിരുന്നു നമ്മളുടെ ടോപ്പിക്. അതിൻ്റെ ബാക്കി ഭാഗങ്ങളാണ്. നമുക്ക് നോക്കാം. എന്താണ് സിംഗുലർ നൗൺ എന്നും പ്ലൂരൽ നൗൺ എന്നും എന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് സിംഗുലർ നൗൺ? അപ്പോൾ നമ്മളൊക്കെ കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ആർ യു സിംഗിൾ? നീ സിംഗിൾ ആണോ എന്ന്. അപ്പോൾ സിംഗിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒറ്റയ്ക്ക് എന്നാണ്, അല്ലേ? ഒന്ന് എന്ന് അർത്ഥം വരുന്നതാണ് സിംഗുലർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, എന്താണ് സിംഗുലർ നൗൺ എന്നാൽ. എ നൗൺ ദാറ്റ് ഡിനോട്ട്സ് വൺ പേഴ്സൺ ഓർ തിങ്. ഒരെണ്ണത്തെ മാത്രം കാണിക്കുന്ന നൗണിനെയാണ് സിംഗുലർ നൗൺ എന്ന് പറയുന്നത്. എന്താണ്? എ നൗൺ ദാറ്റ് ഡിനോട്ട്സ് വൺ പേഴ്സൺ ഓർ തിങ്. ഒരെണ്ണത്തെ മാത്രം കാണിക്കുന്ന നൗണിനെയാണ് സിംഗുലർ നൗൺ എന്ന് വിളിക്കുന്നത്. എക്സാമ്പിൾ ഇപ്പോൾ എന്തൊക്കെയാ? ബോയ്, ഗേൾ, പെൻ, ഹീറോ. ബോയ്, ഗേൾ, പെൻ, ഹീറോ. ഇതൊക്കെ ഒറ്റ ഒന്നിനെയാണ് പറയുന്നത്. ബോയ് ഒരു ആൺകുട്ടി, ഗേൾ പെൺകുട്ടി, പെൻ പേന, ഹീറോ. ക്ലിയർ ആയോ? അപ്പോൾ ബോയ്, ഗേൾ, പെൻ, ഹീറോ ഇതെല്ലാം നമ്മൾ സിംഗുലർ നൗണിൻ്റെ എക്സാമ്പിളാണ്. ഓക്കെ, അപ്പം എന്താണ് സിംഗുലർ നൗൺ? ഒരെണ്ണത്തെ മാത്രം കാണിക്കുന്ന നൗണിനെ വിളിക്കുന്ന പേരാണ് സിംഗുലർ നൗൺ എന്ന് പറയുന്നത്. സിംഗുലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റയ്ക്ക്, ഒന്ന് എന്ന് തന്നെയാണ് അർത്ഥം. ഓക്കെ, ക്ലിയർ ആയില്ലേ? ദെൻ നെക്സ്റ്റ് ഏതാണ്? പ്ലൂരൽ നൗൺ. ഏതാണ്? പ്ലൂരൽ നൗൺ. അപ്പോൾ സിംഗുലർ നൗൺ എന്ന് പറഞ്ഞാൽ ഒന്നാണെങ്കിൽ, അപ്പോൾ പ്ലൂരൽ നൗൺ എന്ന് പറഞ്ഞാൽ എന്തായാലും ഒന്ന് എന്നർത്ഥം വരുന്നതല്ല, ഒന്നിൽ കൂടുതലുള്ളതായിരിക്കും, അല്ലേ? അപ്പം എന്താണ് പ്ലൂരൽ നൗൺ? വൺ പ്ലസ് എന്നാണ് പറയുന്നത്. എന്താണ്? പ്ലൂരൽ പ്ലസ് മോർ ദാൻ വൺ. എന്താണ്? പ്ലൂരൽ പ്ലസ് മോർ ദാൻ വൺ. നൗൺ ഡിനോട്ട്സ് മോർ ദാൻ വൺ പേഴ്സൺ ഓർ തിങ്സ്. എന്താണ്? നൗൺ ഡിനോട്ട്സ് മോർ ദാൻ വൺ പേഴ്സൺ ഓർ തിങ്സ്. ഒന്നിൽ കൂടുതൽ എണ്ണത്തെ കാണിക്കുന്ന നൗണിനെയാണ് പ്ലൂരൽ നൗൺ എന്ന് പറയുന്നത്. ഒന്നിൽ കൂടുതൽ എണ്ണത്തെ കാണിക്കുന്ന നൗണിനെയാണ് പ്ലൂരൽ നൗൺ എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ നോക്കിയേ. മുകളിൽ നമ്മൾ പറഞ്ഞ സിംഗുലർ നൗണിൻ്റെ എക്സാമ്പിൾ ബോയ്, ഗേൾ, പെൻ, ഹീറോ. ഇതെല്ലാം ഒരു സിംഗുലർ നൗൺ ആണ്. ബോയ്, ഗേൾ, പെൻ, ഹീറോ. ഇതിനെ തന്നെ നമ്മൾ പ്ലൂരലാക്കി പറയുന്നു. ബോയ്സ്, ഗേൾസ്, പെൻസ്, ഹീറോസ്. അപ്പോൾ എന്തായി? പ്ലൂരൽ നൗണായി. ആൺകുട്ടികൾ, പെൺകുട്ടികൾ, പേനകൾ, ഇങ്ങനെ ഒന്നിൽ കൂടുതലുള്ളതിനെ പറയുന്നതാണ് പ്ലൂരൽ നൗൺ എന്ന് പറയുന്നത്. അപ്പോൾ പ്ലൂരൽ നൗൺസിൻ്റെ എക്സാമ്പിൾ ഏതൊക്കെയാണ്? ബോയ്സ്, ഗേൾസ്, പെൻസ്, ഹീറോ. ഒരു സിംഗുലർ നൗണിനെ പ്ലൂരൽ ആയിട്ട് പറയുന്നത്, അഥവാ ഒന്നിൽ കൂടുതൽ എണ്ണത്തെ പറയുന്നതാണ് പ്ലൂരൽ നൗൺ എന്ന് പറയുന്നത്. അപ്പം എന്താ, ക്ലിയർ ആയില്ലേ? എന്താണ് സിംഗുലർ നൗൺ, എന്താണ് പ്ലൂരൽ നൗൺ? സിംഗുലർ നൗൺ എന്ന് പറഞ്ഞാൽ ഒന്നിനെ പറയുന്നത്. ക്ലിയർ ആയോ? ഒറ്റ ഒന്നിനെ പറയുന്നതാണ് സിംഗുലർ നൗൺ എന്ന് പറയുന്നത്. എന്നാൽ പ്ലൂരൽ നൗൺ എന്ന് പറയുന്നത് ഒന്നിൽ കൂടുതലുള്ള എണ്ണത്തിനെ പറയുന്നതാണ് പ്ലൂരൽ നൗൺ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു സിംഗുലർ നൗണിനെ പ്ലൂരൽ ആക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് റൂൾസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എങ്ങനെയാണ് ഒരു സിംഗുലറിനെ പ്ലൂരൽ ആക്കുന്നത് എന്ന് നോക്കാം. ഓക്കെ, അതിനുള്ള റൂൾസ് ഏതെല്ലാമാണെന്നും അതെങ്ങനെയാണെന്നും നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്? ഒരു സിംഗുലർ നൗണിനെ എങ്ങനെ പ്ലൂരൽ നൗൺ ആക്കുന്നു എന്നുള്ളത് ഡിസ്കസ് ചെയ്യാം എന്നാണ്. അതിൻ്റെ റൂൾസ് ഏതൊക്കെയെന്ന് നമുക്കൊന്ന് നോക്കാം. റൂൾ 1, ബൈ ആഡിങ് എസ് ടു ദ സിംഗുലർ നൗൺ. സിംഗുലർ നൗണിൻ്റെ കൂടെ എസ് ആഡ് ചെയ്താൽ എന്തായിട്ട് മാറും? പ്ലൂരൽ നൗൺ ആയിട്ട് മാറും. ബൈ ആഡിങ് എസ് ടു ദി സിംഗുലർ നൗൺ. ഒരു സിംഗുലർ നൗൺ ആയിട്ടുള്ള, ഒരു സിംഗുലർ നൗണായ വേർഡിൻ്റെ കൂടെ നമ്മൾ എന്ത് ആഡ് ചെയ്യുക? എസ് എന്ന ഫോം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, എസ് എന്ന ലെറ്റർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിട്ട് മാറും? അത് പ്ലൂരൽ ഫോം ആയിട്ട് മാറും. ക്ലിയർ ആയോ? എക്സാമ്പിൾസ് നോക്കിയേ. ക്യാറ്റ്. ക്യാറ്റ് എന്നത് ഒരു സിംഗുലർ ആയിട്ടുള്ള വേർഡാണ്, ഒരു സിംഗുലർ നൗൺ ആണ് ക്യാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ കൂടെ നമ്മൾ എസ് ആഡ് ചെയ്തു. എവിടെയാണ് എസ് ആഡ് ചെയ്യേണ്ടത്? ലാസ്റ്റ് ലെറ്ററിൻ്റെ ശേഷമാണ് എസ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ക്യാറ്റ് എന്നതിലെ ടി കഴിഞ്ഞതിന് ശേഷം നമ്മൾ എസ് ആഡ് ചെയ്തുകൊണ്ട് എന്താക്കി മാറ്റിയതിനെ? പ്ലൂരൽ നൗൺ ആക്കിയിട്ട് മാറ്റി. അപ്പോൾ ക്യാറ്റ് എന്ന് പറയുമ്പോൾ ഒരു പൂച്ചയെ പറയുന്നതാണ് ക്യാറ്റ്. അതിൻ്റെ കൂടെ എസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാറ്റ്സ്. അപ്പം എത്ര പൂച്ചയായി? ഒന്നിലധികം പൂച്ചയായി, അല്ലേ? അപ്പോൾ ഒന്നിലധികം പൂച്ചയെ പറയുന്നതിന് വേണ്ടി നമ്മൾ അവിടെ എന്താണ് ആഡ് ചെയ്തത്? എസ് ആണ് ആഡ് ചെയ്തത്. ക്ലിയർ ആയോ?
അപ്പോൾ ക്യാറ്റ് ക്യാറ്റ്സ്. ബാക്കി എക്സാമ്പിൾസ് നോക്കാം. സ്റ്റാർ സ്റ്റാർസ്, ബോയ് ബോയ്സ്, ഗേൾ ഗേൾസ്. ക്ലിയർ ആയോ? ഓരോ എക്സാമ്പിൾസിലും നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഓരോ വേർഡ്സിൻ്റെയും ലാസ്റ്റ് നമ്മൾ എന്ത് ആഡ് ചെയ്തിട്ടുണ്ട്? എസ് ആഡ് ചെയ്തിട്ടുണ്ട് അല്ലേ? ആദ്യം നമ്മൾ പറഞ്ഞ ക്യാറ്റ്, സ്റ്റാർ, ബോയ്, ഗേൾ ഇതെല്ലാം സിംഗുലർ ഫോമാണ്. അതിൻ്റെ പ്ലൂറൽ ഫോമാണ് പിന്നീട് നമ്മൾ പറഞ്ഞത് ക്യാറ്റ്സ്, സ്റ്റാർസ്, ബോയ്സ്, ഗേൾസ്. ഇപ്പോൾ ക്ലിയർ ആയില്ലേ? അപ്പോൾ എന്താണ് റൂൾ ഫസ്റ്റ് എന്ന് പറയുന്നത്? ബൈ ആഡിങ് എസ് ടു ദ സിംഗുലർ നൗൺ. ഒരു സിംഗുലർ നൗണിൻ്റെ കൂടെ എസ് എന്ന ലെറ്ററിനെ ആഡ് ചെയ്തുകൊണ്ട് നമ്മൾ ആ ഒരു സിംഗുലർ നൗണിനെ പ്ലൂറൽ നൗൺ ആക്കിയിട്ട് മാറ്റുന്നതാണ് റൂൾ 1 എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ദെൻ നെക്സ്റ്റ് നമുക്ക് റൂൾ 2 എന്താണെന്ന് നോക്കാം. Add es to nouns that ending ch, sh, s, s, x and z to get their plural form. എന്താണ് പറഞ്ഞത്? ch, sh, s, s, x and z. ഈ പറയപ്പെട്ട സൗണ്ട്സ് ഒരു വേർഡിൻ്റെ അവസാനത്തിൽ വന്നാൽ നമ്മൾ അവിടെ എസ് ആഡ് ചെയ്തുകൊണ്ട് പ്ലൂറൽ ഫോംസ് ആക്കാൻ കഴിയില്ല. എന്താണ്? ഇപ്പോൾ സി എച്ചോ, എസ് എച്ചോ, എസ്സോ, എസ്സോ കൂടാതെ എക്സോ, സെഡോ ഈ പറയപ്പെട്ട ഇംഗ്ലീഷ് ലെറ്റേഴ്സ് ഒരു വാക്കിൻ്റെ എൻഡറിൽ, ഒരു വാക്കിൻ്റെ അവസാനത്തിൽ വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ ഫസ്റ്റിലെ റൂള് പറഞ്ഞ എസ് ആഡ് ചെയ്തുകൊണ്ട് പ്ലൂരൽ ഫോം ആക്കാമെന്ന്. പക്ഷേ ഒരിക്കലും ഈ പറഞ്ഞ ലെറ്റേഴ്സ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എസ് ആഡ് ചെയ്തുകൊണ്ട് പ്ലൂരൽ ഫോം ആക്കാൻ കഴിയുന്നതല്ല. പകരം അവിടെ എന്താണ് ആഡ് ചെയ്യേണ്ടത്? അവിടെ ഇ എസ് എന്നാണ് ആഡ് ചെയ്യേണ്ടത്. ക്ലിയർ ആയോ? അവിടെ എന്താണ് ആഡ് ചെയ്യേണ്ടത്? ഇ എസ് എന്നാണ് ആഡ് ചെയ്യേണ്ടത്. സി എച്ച്, എസ് എച്ച്, എസ്, എസ്, എക്സ്, സെഡ് ഈ പറയപ്പെട്ട ലെറ്റേഴ്സ് ഒരു വാക്കിൻ്റെ ലാസ്റ്റ് വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മൾ എസ് ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് പ്ലൂരൽ ഫോം ആക്കാൻ കഴിയില്ല. പകരം എസ്സിന് പകരം നമ്മൾ എന്താണ് ആഡ് ചെയ്യേണ്ടത്? ഇ എസ് ആണ് ആഡ് ചെയ്യേണ്ടത്. ഇ എസ് ആഡ് ചെയ്തുകൊണ്ടാണ് നമുക്ക് ആ ഒരു സിംഗുലർ ഫോമിനെ നമുക്ക് പ്ലൂരൽ ഫോം ആക്കാൻ കഴിയുകയുള്ളൂ. ക്ലിയർ ആയോ? എക്സാമ്പിളിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഫസ്റ്റ് എക്സാമ്പിൾ ബോക്സ്. എന്താണ്? ബോക്സ്. ബോക്സിൻ്റെ ലാസ്റ്റ് ലെറ്റർ എന്താണ്? എക്സ് ആണ്. അപ്പം നമ്മൾ അവിടെ ആഡ് ചെയ്യേണ്ടത് ഏതാണ്? എസ് ആണോ? ഒരിക്കലും അല്ല. പകരം നമ്മൾ ആഡ് ചെയ്യേണ്ടത് എന്താണ്? ഇ എസ് ആണ്. ബോക്സ് അതിന് നമ്മൾ പ്ലൂരൽ ആക്കുമ്പോൾ ബോക്സ് പ്ലസ് ഇ എസ് ഈസ് ഈക്വൽ ടു ബോക്സസ്. മനസ്സിലായോ? ബോക്സ് പ്ലസ് ഇ എസ് ഈസ് ഈക്വൽ ടു ബോക്സസ്. ബസ് പ്ലസ് ഇ എസ് ഈസ് ഈക്വൽ ടു ബസ്സസ്. ബുഷ് പ്ലസ് ഇ എസ് ഈസ് ഈക്വൽ ടു ബുഷസ്. ഗ്ലാസ് പ്ലസ് ഇ എസ് ഈസ് ഈക്വൽ ടു ഗ്ലാസസ്. അപ്പം അതിലൊക്കെ നോക്കിയേ, ബോക്സ് എന്നതിൻ്റെ ലാസ്റ്റ് ലെറ്റർ എക്സ് ആണ്. ദെൻ ബസ് എന്നതിൻ്റെ ലാസ്റ്റ് ലെറ്റർ എസ് ആണ്. ബുഷ് എന്നതിൻ്റെ ലാസ്റ്റ് ലെറ്റർ എസ് എച്ച് തന്നെയാണ്. ഗ്ലാസ് എന്നതിൻ്റെ ലാസ്റ്റ് ലെറ്റർ എസ് ആണ്. നമ്മൾ റൂൾ സെക്കൻഡിൽ പറഞ്ഞു, ഈ പറയപ്പെട്ട ലെറ്റേഴ്സ് ഒരു വാക്കിൻ്റെ ലാസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ എസ് ഫോം അല്ല ആഡ് ചെയ്യേണ്ടത്, പകരം ഇ എസ് ആണ് ആഡ് ചെയ്യേണ്ടത് എന്ന്. അങ്ങനെയാണെങ്കിലാണ് നമുക്ക് അതിൻ്റെ പ്ലൂരൽ ഫോം ലഭിക്കുക എന്ന്. ഇപ്പം എക്സാമ്പിൾ കണ്ടപ്പോൾ ക്ലിയർ ആയില്ലേ? ഏതൊക്കെയാണ് എക്സാമ്പിൾസ്? ഒന്നുകൂടി പറയാം. ബോക്സ് പ്ലസ് ഇ എസ് ഈസ് ഈക്വൽ ടു ബോക്സസ്. ബസ് പ്ലസ് ഇ എസ് ഈസ് ഈക്വൽ ടു ബസ്സസ്. ബുഷ് പ്ലസ് ഇ എസ് ഈസ് ഈക്വൽ ടു ബുഷസ്. ഗ്ലാസ് പ്ലസ് ഇ എസ് ഈസ് ഈക്വൽ ടു ഗ്ലാസസ്. ക്ലിയർ ആയില്ലേ? ദെൻ നമുക്ക് റൂൾ നമ്പർ 3 എന്തെന്ന് നോക്കാം. നൗൺസ് എൻഡിങ് വിത്ത് ഒ. ഒ എന്ന ലെറ്ററിൽ അവസാനിക്കുന്ന സിംഗുലർ നൗണിനെ പ്ലൂരൽ ആക്കുന്നത് എങ്ങനെ? ഇപ്പം നൗൺസിൻ്റെ എൻഡിങ് ഒ ആണെങ്കിൽ നമ്മൾ അതിനെങ്ങനെയാണ് പ്ലൂരൽ ആക്കുന്നത്? If the nouns ending consonant plus we normally add es to the plural nouns. O എന്ന ലെറ്റർ എൻഡ് ചെയ്യുന്ന വാക്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഓയുടെ തൊട്ടു പിറകിൽ കോൺസണന്റ് സൗണ്ട്സ് ആണെങ്കിൽ നമ്മൾ അവിടെ ആഡ് ചെയ്യേണ്ടത് ഇ എസ് ആണ്. മനസ്സിലായോ? നമ്മൾ നൗൺസിൽ ആ ഒരു ഒ എന്ന ലെറ്ററിലാണ് അവസാനിക്കുന്നത് എങ്കിൽ
അതിൻ്റെ മുന്നേ നമുക്ക് വരുന്ന ലെറ്റർ ഏതായിരിക്കണം? കോൺസണന്റ് ലെറ്റർ ആയിരിക്കണം, അഥവാ വ്യഞ്ജന അക്ഷരമായിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ ആഡ് ചെയ്യേണ്ടത് ഏതാണ്? ES ആണ്. ക്ലിയർ ആയോ? നമുക്കൊരു വേർഡ് തന്നു കഴിഞ്ഞാൽ ആ വേർഡിൻ്റെ ലാസ്റ്റ് O എന്ന ലെറ്റർ ആണെങ്കിൽ അതിൻ്റെ തൊട്ടു മുമ്പിലുള്ള ലെറ്റർ എന്തായിരിക്കണം? കോൺസണന്റ് സൗണ്ട്സ് ആയിരിക്കണം, അഥവാ വ്യഞ്ജന അക്ഷരമായിരിക്കണം. അതാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു സിംഗുലർ ഫോമിനെ പ്ലൂരൽ ആക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അവിടെ ES ആണ് ആഡ് ചെയ്യേണ്ടത്. ക്ലിയർ ആയില്ലേ? The nouns ending in vowel sounds plus O add S to the plural form. വവൽ സൗണ്ട്സ് ആയ A, E, I, O, U എന്നതിൽ ഏതെങ്കിലും ഒന്നാണ് നമ്മൾ ആ പറഞ്ഞ വേർഡിൻ്റെ ലാസ്റ്റ് O എന്നതിൻ്റെ മുന്നേ വന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നമുക്കതിനെ പ്ലൂരൽ ആക്കുന്നതിന് വേണ്ടിയിട്ട് എന്താണ് ആഡ് ചെയ്യേണ്ടത്? ES ആണോ? അല്ല, പകരം നമുക്ക് അവിടെ ആഡ് ചെയ്യേണ്ടത് S എന്ന ലെറ്റർ ആണ്. ക്ലിയർ ആയോ? അപ്പം നമുക്ക് തന്നിട്ടുള്ള ഒരു വാക്കിൽ അതിൻ്റെ ലാസ്റ്റ് O എന്നതാണ്, അതിൻ്റെ തൊട്ട് മുമ്പിൽ കോൺസണന്റ് സൗണ്ട്സ് ആണ് വന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത് എന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ നമ്മൾ ആ ഓൻ്റെ തൊട്ട് മുമ്പിൽ വവൽ സൗണ്ട്സ് ആയ A, E, I, O, U ഇതിൽ ഏതെങ്കിലും ഒന്നാണ് വന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ എന്താണ് ആഡ് ചെയ്യേണ്ടത്? S എന്ന ലെറ്റർ ആണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു സിംഗുലർ നൗൺ എന്തായിട്ട് മാറും? പ്ലൂരൽ നൗൺ ആയിട്ട് മാറും. ക്ലിയർ ആയില്ലേ? ദെൻ എൻ്റെ എക്സാമ്പിൾസ് രണ്ടിൻ്റെ നോക്കിയേ. ഫസ്റ്റ് നമ്മൾ കോൺസണന്റ് സൗണ്ട്സ് ആണെന്നുണ്ടെങ്കിൽ ഉള്ളത് പറഞ്ഞു. അതിൻ്റെ എക്സാമ്പിൾ ഒന്ന് നോക്കാം. മാംഗോ. മാംഗോ എന്നതിലെ O എന്നതിൻ്റെ തൊട്ട് മുമ്പ് വന്നത് G ആണ് അല്ലേ? ആ G എന്നതിൻ്റെ പ്രൊനൗൺസിയേഷൻ ഗോ അല്ലേ? ആ ഒരു സൗണ്ട് വന്നപ്പോൾ നമുക്ക് കോൺസണന്റ് സൗണ്ട് ആണ് വന്നിരിക്കുന്നത് അല്ലേ? അപ്പം നമുക്ക് അതിൻ്റെ കൂടെ എന്താണ് ആഡ് ചെയ്യേണ്ടത്? പ്ലൂരൽ ആക്കുന്നതിന് വേണ്ടി ES ആണ്. ക്ലിയർ ആയ? അപ്പോൾ മാംഗോ മാംഗോസ്, ഹീറോ ഹീറോസ്. R എന്ന് പറഞ്ഞത് വവൽ സൗണ്ട് ആണോ? അല്ല, കോൺസണന്റ് സൗണ്ട്സ് ആണ് അല്ലേ? അപ്പം നമുക്ക് അതിൻ്റെയും കൂടെ ES ആണ് ആഡ് ചെയ്യേണ്ടത്. അപ്പം മാംഗോ മാംഗോസ്, ഹീറോ ഹീറോസ്. ദെൻ നെക്സ്റ്റ് നമുക്ക് വവൽ സൗണ്ട്സ് വന്നതിൻ്റെ എക്സാമ്പിളും കൂടി പറയാം. കങ്കാരു കങ്കാരു, അതിൽ ലാസ്റ്റ് O എന്ന ലെറ്റർ ആണ്, അതിന് മുന്നും വന്നിട്ടുള്ളത് O എന്ന ലെറ്റർ ആണ്. അപ്പോൾ നമ്മുടെ വവൽ സൗണ്ട്സ് ഏതൊക്കെയാണ്? A, E, I, O, U. അപ്പോൾ അതിലുള്ള O എന്നൊരു ലെറ്റർ ആണ് വന്നിട്ടുള്ളത് അല്ലേ? അപ്പോൾ നമുക്കതിനെ പ്ലൂരൽ ആക്കുന്നതിന് വേണ്ടി നമ്മൾ എന്താ ആഡ് ചെയ്യേണ്ടത്? S ഫോം ആണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഗംഗാരൂസ് ഗംഗാരു ഗംഗാരൂസ്. ഷാംപൂ ഷാംപൂസ് ഷാംപൂ ഷാംപൂസ്. അതും നമുക്ക് O എന്ന ലെറ്ററിൻ്റെ മുന്നേ O തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പം നമുക്ക് അവിടെയും S എന്ന ഫോമാണ് ആഡ് ചെയ്യേണ്ടത്. ക്ലിയർ ആയില്ലേ? എക്സാമ്പിൾസ് കണ്ടപ്പോൾ ക്ലിയർ ആയില്ലേ? ദെൻ നെക്സ്റ്റ് റൂൾ നമുക്ക് നോക്കാം. റൂൾ നമ്പർ 4. Noun ending in if or fe from their plural by change F or fe into vs. എന്താണ് പറയുന്നത്? FO അല്ലെങ്കിൽ FEO അവസാനിക്കുന്ന സിംഗുലർ നൗണിനെ പ്ലൂരൽ ആക്കാൻ വേണ്ടി എഫിനെയോ അല്ലെങ്കിൽ FEയെയോ റിമൂവ് ചെയ്ത് മാറ്റിക്കൊണ്ട് അവിടെ VES ആഡ് ചെയ്ത് പ്ലൂരലാക്കി മാറ്റുക. ക്ലിയർ ആയോ? നമ്മളെ നൗണിൻ്റെ അവസാനത്തിൽ FO അല്ലെങ്കിൽ FEO ആണ് വന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അതിനെ അവിടുന്ന് റിമൂവ് ചെയ്തുകൊണ്ട് നമുക്ക് അവിടെ VES ആഡ് ചെയ്താൽ എന്തായിട്ട് മാറും? പ്ലൂരൽ ഫോമായിട്ട് മാറും. ക്ലിയർ ആയോ? നമുക്കൊന്ന് എക്സാമ്പിൾസ് നോക്കാം. ലീഫ്. ലീഫ് എന്നതിനെ നമ്മൾ എങ്ങനെയാണ് പറയാറ്? പ്ലൂരൽ ഫോമിലോട്ട്. അപ്പം അതിൻ്റെ ലാസ്റ്റ് വന്ന എഫിനെ നമ്മൾ എന്ത് ചെയ്തു? കട്ട് ചെയ്ത് കളഞ്ഞു, അതിനെ ഒഴിവാക്കിട്ടോ. റൂൾ നമ്പർ 4 നമ്മൾ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, ഒരു വാക്കിൻ്റെ എൻഡിൽ FO അല്ലെങ്കിൽ FEO വന്നു കഴിഞ്ഞാൽ അതിനെ അവിടെ നിന്ന് റിമൂവ് ചെയ്യുക എന്ന് അല്ലേ? അപ്പം ലീഫ് എന്നതിലെ എഫിനെ നമ്മളങ്ങ് റിമൂവ് ചെയ്തു. ദെൻ നമ്മൾ പകരം എന്താണ് ആഡ് ചെയ്യുന്നത്? VES ലീവ്സ്. അപ്പോൾ ലീഫ് എന്നത് അതിൻ്റെ പ്ലൂരൽ ഫോം എന്താണ്? ലീവ്സ്. ക്ലിയർ ആയോ? നീഫ് നീവ്സ്. ലൈഫ് ലൈവ്സ് ലൈഫ് ലൈവ്സ്. ഇപ്പോൾ എക്സാമ്പിൾസ് ഒക്കെ കണ്ടില്ലേ? അപ്പം ഇങ്ങനെ പല റൂൾസും നമ്മൾ ഇംഗ്ലീഷ് ലാംഗ്വേജിലുണ്ടെങ്കിലും ഇതൊന്നും എനിക്ക് ബാധകമെന്ന് എന്നൊരു രീതിയിലാണ് നമ്മുടെ ഇംഗ്ലീഷ് ഭാഷ അല്ലേ?
കാരണം ഇതിലൊന്നും പെടാത്ത കുറേ എക്സ്പ്രഷൻസ് നമ്മുടെ ഇംഗ്ലീഷ് ഭാഷയിലുണ്ട്. അതേതൊക്കെയെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ റൂൾസ് ഒന്നും ബാധിക്കാത്ത കുറച്ച് വാക്കുകളുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ എഫിനെ കട്ട് ചെയ്തുകൊണ്ട് VES ആക്കി കഴിഞ്ഞാൽ നമുക്ക് സിംഗുലറിൽ നിന്നും പ്ലൂരൽ ആക്കിയിട്ട് കിട്ടും എന്ന് പറഞ്ഞു. പക്ഷേ നമുക്ക് എഫിനെ കട്ട് ചെയ്തുകൊണ്ട് അതുപോലെ VES ആഡ് ചെയ്തുകൊണ്ട് ചെയ്യാൻ പറ്റാത്ത ചില വാക്കുകളുണ്ട്. അതേതാന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഷെഫ്. എന്താണ് ഷെഫ്? ഷെഫ് എന്ന് പറഞ്ഞതിലെ ലാസ്റ്റ് എന്താണ്? എഫ് തന്നെയാണ്. പക്ഷെ അതിന് നമ്മൾ പ്ലൂരൽ ഫോം ആക്കുന്നതിന് വേണ്ടി VES ആഡ് ചെയ്യാറല്ല. പകരം അവിടെ എസ് ഫോം തന്നെ ആഡ് ചെയ്യുന്നതാണ്. ഷെഫ്സ്. ക്ലിയർ ആയോ? ഷെഫ്സ്. റൂഫ്. റൂഫ്സ്. റൂഫ്. റൂഫ്സ്. ഈ രണ്ട് എക്സാമ്പിളിലും നമ്മൾ എഫോ അല്ലെങ്കിൽ FEO റിമൂവ് ചെയ്തിട്ടില്ല, കൂടെ VES ആഡ് ചെയ്തിട്ടുമില്ല. പകരം എഫിൻ്റെ കൂടെ നമ്മൾ എസ് എന്ന ഫോമിനെ ആഡ് ചെയ്യുകയാണ് ചെയ്തത്. ക്ലിയർ ആയില്ലേ? എന്താണ് റൂൾ 4 എന്ന് പറഞ്ഞത്? ക്ലിയർ അല്ലേ? എഫോ FEO വന്നിട്ടുണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്തുകൊണ്ട് അവിടെ VES ആഡ് ചെയ്യുക എന്ന ഒരു പാറ്റേൺ ആണ് റൂൾ നമ്പർ 4ൽ നമ്മൾ പറഞ്ഞത്. അതൊന്നും ഉൾക്കൊള്ളാത്ത ചില വേർഡ്സും ഇതിലുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, ദെൻ നമുക്ക് ഇനി പറയാനുള്ളത് എന്താണ്? റൂൾ നമ്പർ 5 ആണ് അല്ലേ? എന്താണ് റൂൾ നമ്പർ 5? Nouns ending in Y proceeded by a consonant from their plural by changing Y into IES. ഒരു നൗണിൽ Yക്ക് മുമ്പിലെ ലെറ്റർ കോൺസണന്റ് സൗണ്ട് ആണെങ്കിൽ സിംഗുലർ നൗണിലെ Yയെ മാറ്റിക്കൊണ്ട് അവിടെ IES ആഡ് ചെയ്ത് പ്ലൂരൽ ആക്കുക. ക്ലിയർ ആയോ? ഒരു Y എന്ന ലെറ്റർ നമ്മുടെ വാക്കിൻ്റെ അവസാനത്തിലുണ്ടെങ്കിൽ അതിൻ്റെ തൊട്ട് മുമ്പ് വരുന്ന ലെറ്റർ ഏതായിരിക്കണം? കോൺസണന്റ് സൗണ്ട് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ആ ഒരു സിംഗുലർ നൗണിനെ നമുക്ക് എന്ത് ചെയ്യണം? ആ Yയെ റിമൂവ് ചെയ്തുകൊണ്ട് Yയെ മാറ്റിക്കൊണ്ട് അവിടെ എന്താ ആഡ് ചെയ്യുക? IES ആഡ് ചെയ്തുകൊണ്ട് പ്ലൂരൽ ഫോം ക്രിയേറ്റ് ചെയ്യുക. ക്ലിയർ ആയോ? എക്സാമ്പിൾ നോക്കിയേ. ബട്ടർഫ്ലൈ. എന്താണ് ബട്ടർഫ്ലൈ? ഫ്ലൈ, അതിൽ ലാസ്റ്റത്തെ Y എന്ന അക്ഷരത്തിൻ്റെ മുന്നേ ഏതാണ് ലെറ്റർ വരുന്നത്? L ആണ്. ക്ലിയർ ആയോ? L ആണ്. L ഏതാണ്? കോൺസണന്റ് സൗണ്ട് ആണ്. അപ്പോൾ നമ്മളവിടെ എന്ത് ചെയ്യും? Y അങ്ങ് കട്ട് ചെയ്യും. എന്നിട്ട് നമ്മൾ അവിടെ എന്താണ് ആഡ് ചെയ്യുന്നത്? IES ആണ്. ക്ലിയർ ആയോ? എന്താണ് ആഡ് ചെയ്യേണ്ടത്? IES. അപ്പം ബട്ടർഫ്ലൈ, അതിൻ്റെ പ്ലൂരൽ ഫോം എന്താണ്? ബട്ടർഫ്ലൈസ്. ലേഡി, ലേഡീസ്. ബേബി, ബേബീസ്. ഇതെല്ലാം നമുക്ക് കോൺസണന്റ് സൗണ്ട്സ് നമ്മുടെ Y എന്ന ലെറ്ററിൻ്റെ മുമ്പ് വരുന്നതിൻ്റെ എക്സാമ്പിൾസ് ആണ്. ദെൻ നെക്സ്റ്റ് എന്താണ്? ഇഫ് ദ സിംഗുലർ നൗൺസ് എൻഡ്സ് ഇൻ Y ആൻഡ് ദ ലെറ്റർ ബിഫോർ Y ഈസ് എ വവൽ സൗണ്ട് സിംപ്ലി ആഡ് എസ്. അപ്പോൾ Yയിൽ തന്നെ അവസാനിക്കുന്ന സിംഗുലർ നൗണിൻ്റെ തൊട്ടു പിറകിലെ ലെറ്റർ വവൽ സൗണ്ട്സ് ആയ AEIOUവിൽ ഏതെങ്കിലും ആണെങ്കിൽ അതിനെ പ്ലൂരലാക്കുന്നതിന് വേണ്ടി നമ്മളവിടെ IES അല്ല യൂസ് ചെയ്യുന്നത്. പകരം എസ് ഫോം തന്നെയാണ് ഇവിടെയും ഉപയോഗിക്കുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ നമുക്കിവിടെ എന്താണ്? Y എന്ന ലെറ്ററിൻ്റെ മുന്നേ വവൽ സൗണ്ട്സ് ആണെന്നുണ്ടെങ്കിൽ AEIOയിലെ ഏതെങ്കിലും ഒരു വവൽ സൗണ്ടാണ് വന്നിട്ടുണ്ട് എങ്കിൽ അവിടെ നമ്മൾ ഒരിക്കലും IES ആഡ് ചെയ്യില്ല. പകരം നമ്മളവിടെ എസ് ഫോം ആയിരിക്കും ആഡ് ചെയ്യേണ്ടത്. നേരത്തെ നമ്മൾ O എന്ന ലെറ്ററിൽ പറഞ്ഞതുപോലെ തന്നെയാണ് ഇവിടെ. ക്ലിയർ ആയില്ലേ? ദെൻ എക്സാമ്പിൾ നോക്കിയേ. കീ, കീസ്. കീ, കീസ്. ഡോങ്കി, ഡോങ്കീസ്. കീ, കീസ്. ഡോങ്കി, ഡോങ്കീസ്. അതിൽ Y എന്നാണ് കീയുടെ ലാസ്റ്റ് വന്നിട്ടുള്ളത്. അതിൻ്റെ തൊട്ട് മുന്നേ AEIOUവിലെ ഏത് ലെറ്ററാണ് വന്നിട്ടുള്ളത്? E ആണ് വന്നിട്ടുള്ളത് അല്ലേ? അപ്പം നമുക്കതിനെ പ്ലൂരൽ ഫോം ആക്കാൻ നമ്മളവിടെ ജസ്റ്റ് ഒന്നിനെയും റിമൂവ് ചെയ്യാതെ എസ് എന്നൊരു ലെറ്റർ അങ്ങ് ആഡ് ചെയ്തു. അതോടുകൂടി നമുക്കത് എന്തായി? പ്ലൂരൽ ഫോം ആയിട്ട് മാറി. ക്ലിയർ ആയില്ലേ? അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞേ? കീ, കീസ്. ഡോങ്കി, ഡോങ്കീസ്. മങ്കി, മങ്കീസ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് റൂൾ 5 പറഞ്ഞത്? Y എന്നൊരു ലെറ്റർ ആണ് വന്നിട്ട് ലാസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ തൊട്ട് മുമ്പിലുള്ള കോൺസണന്റ് സൗണ്ട് ആണെങ്കിൽ നമ്മൾ അവിടെ IES ആഡ് ചെയ്യുക. പകരം വവൽ സൗണ്ടാണ് വന്നിട്ടുള്ളെങ്കിൽ അവിടെ നമ്മൾ എസ് എന്ന ലെറ്ററും ആഡ് ചെയ്യുക.
ക്ലിയർ ആയില്ലേ? കോൺസണന്റ് സൗണ്ട്സിലെ വയ്യ നമ്മൾക്ക് റിമൂവ് ചെയ്യണം. വവൽ സൗണ്ട്സാ വന്നിട്ടുണ്ടെങ്കിൽ വയ്യ റിമൂവ് ചെയ്യാതെ തന്നെ നമുക്ക് എസിനെ ആഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ റൂൾ നമ്പർ 5 എന്ന് പറഞ്ഞത് ഇത്രയുമാണ്. ദെൻ നെക്സ്റ്റ് എന്താണ്? റൂൾ നമ്പർ 6. എന്താണ് റൂൾ നമ്പർ 6? Some nouns from their plural from changing the inside vowel of the singular. In this, singular nouns change into new words in the plural form. Internal vowelsനെ ചേഞ്ച് ചെയ്തുകൊണ്ട് പ്ലൂറൽ ആക്കുന്ന ചില വേർഡ്സ് ഉണ്ട്. നമ്മൾ സിംഗുലർ നൗൺസിനെ പ്ലൂറൽ ആക്കുന്നതിന് പല റൂൾസും പഠിച്ചു. എന്നാൽ ഇതൊന്നും ഉപയോഗിച്ച് ചെയ്യാൻ കഴിയാത്ത ചില വാക്കുകളാണ് ഇപ്പം ഈ പറയുന്ന റൂൾ നമ്പർ 6ൽ പറയുന്നത്. ഇവയെ സിംഗുലറിൽ നിന്നും പ്ലൂറലായി ചേഞ്ച് ചെയ്യാൻ ഡിഫറെൻറ്റ് വേർഡായിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യും, ചേഞ്ച് ചെയ്തത് കണ്ടു കഴിഞ്ഞാൽ. അപ്പോൾ ഇതിലെങ്ങനെയാണ് വരുന്നത്? ഇൻറ്റേർണൽ വവൽസിനെയാണ് ചേഞ്ച് ചെയ്യുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ ഒന്ന് നോക്കിയേ. മാൻ എന്ന് പറയുന്നതിലെ ഇൻറ്റേർണൽ വവൽസ് ഏതാണ്? എ ആണ് അല്ലേ? അപ്പോൾ മാൻ എന്ന് പറഞ്ഞ ഇൻറ്റേർണൽ വവൽസിനെ ചേഞ്ച് ചെയ്തുകൊണ്ട് അവിടെ എന്തിനെ നമ്മൾ മാറ്റി? എ എന്നതിനെ മാറ്റി അവിടെ എന്ത് ചെയ്തു? ഇ ആഡ് ചെയ്തു, മെൻ എന്നാക്കി, പ്ലൂരലാക്കാൻ. ക്ലിയർ ആയോ? പിന്നെ അതൊന്നും അല്ലാതെ എന്താണ് ഈ പറഞ്ഞ റൂൾസ് ഒന്നും അല്ലാതെ അതൊന്നും ഉപയോഗിക്കാതെ നമ്മൾ ചേഞ്ച് ചെയ്യുന്ന ഒരു ഡിഫറെൻറ്റ് വേർഡായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു രീതിയും കൂടിയാണ് നമ്മളെ റൂൾ നമ്പർ 6 എന്ന് പറയുന്നത്. അപ്പോൾ ഈ റൂൾസ് ഒന്നും ഇല്ലാതെ നമ്മളതിനെ പ്ലൂരൽ ഫോമിലോട്ട് മാറ്റുമ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞൊരു വേർഡ് പോലെ അല്ല നമുക്ക് പിന്നീട് വരുന്ന പ്ലൂരൽ ഫോം എന്ന് പറയുന്നത്. അപ്പം നേരത്തെ പറഞ്ഞ കീ ആണെങ്കിലും ബേബി ആണെങ്കിലും ഒരു എസ് ഫോം ആഡ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് എന്താണ്? ബേബി, ബേബീസ്, അത്ര ഉള്ളൊരു ചേഞ്ച് മാത്രമേ വരുന്നുള്ളൂ. പ്രൊനൗൺസിയേഷൻ ആ ഒരു ബേബി എന്ന് പറഞ്ഞ ഫോം അവിടെ ഉണ്ട് അപ്പോഴും. പക്ഷേ ഈ റൂൾ നമ്പർ 6ൽ എന്താ പ്രശ്നം എന്നറിയോ? നമ്മൾ ആദ്യം പ്രൊനൗൺസ് ചെയ്യുന്നതിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വേർഡ് തന്നെയാണ് പ്ലൂരൽ ഫോമിലോട്ട് മാറ്റുമ്പോൾ കിട്ടുന്നത്. ഓക്സ്, ഓക്സൺ, ടൂത്ത്, ടീത്ത്. മനസ്സിലായോ? ടൂത്ത്, ടീത്ത്. മൗസ്, മെയ്സ്, മൗസ്, മെയ്സ്. മാൻ, മെൻ. ഓക്സ്, ഓക്സൺ. ടൂത്ത്, ടീത്ത്, മൗസ്, മെയ്സ്. ഇതെല്ലാം നമുക്ക് സിംഗുലർ ഫോം എന്താണ്? മാൻ. അതിൻ്റെ പ്ലൂരൽ ഫോമോ? മെൻ. ഡിഫറെൻ്റ് അല്ലേ? ഓക്സ്, ഓക്സ് എന്നതോട് കൂടി ആ ഒരു സിംഗുലർ ഫോം തീർന്നു. പക്ഷെ അത് പ്ലൂരൽ ആയപ്പോൾ ഓക്സൻ, ഡിഫറെൻറ്റ് വേർഡായിട്ട് തന്നെ മാറി. ടൂത്ത്, ടൂത്ത്, ഡബിൾ ഒ ആണ് സെൻറ്ററിൽ വരുന്നത്. പകരം നമുക്കതിൻ്റെ പ്ലൂരൽ ഫോം വന്നപ്പോൾ ടീത്ത്, ഇ ആയിട്ട് മാറി. അപ്പോൾ ഡിഫറെൻറ്റ് വേർഡായിട്ട് തന്നെ മാറി. മൗസ്, മൗസ് എന്നതിനെ നമ്മൾ പ്ലൂരലാക്കിയപ്പോൾ എന്തായിട്ട് മാറി? മെയ്സ്. ക്ലിയർ ആയോ? എക്സാമ്പിൾസ് ക്ലിയർ ആയില്ലേ? റൂൾ നമ്പർ 6 എന്ന് പറയുന്നത് ഇതാണ്. Then next, rule number 7. Compound nouns form their plural by adding s the first noun. Compound nouns form their plural by adding s the first noun. ഹൈഫൺ യൂസ് ചെയ്ത വാക്കിനെ അതുമല്ലെങ്കിൽ കോമ്പൗണ്ട് നൗണിനെ പ്ലൂരൽ ആക്കുന്ന ആ വാക്കിൽ ആദ്യത്തെ വാക്കിനാണ് നമ്മൾ ഇമ്പോർട്ടൻറ്റ് നൽകുന്നത് എങ്കിൽ ആ ഇമ്പോർട്ടൻറ്റ് നൽകുന്ന വേർഡിൻ്റെ കൂടെയാണ് നമ്മൾ എന്ത് ആഡ് ചെയ്യേണ്ടത്? എസ് എന്ന വേർഡ് ആഡ് ചെയ്യേണ്ടത്. ക്ലിയർ ആയോ? ഇപ്പോൾ കോമ്പൗണ്ട് നൗണിൻ്റെ ഫോം ഇപ്പം എന്താണത്? ഫാദർ ഇല്ലോ, ബ്രദർ ഇല്ലോ, മദർ ഇല്ലോ, ഇങ്ങനെ പറയുന്ന വാക്കുകളില്ലേ ഹൈഫൺ ഉപയോഗിച്ച് പറയുന്ന കോമ്പൗണ്ട് നൗൺ. അങ്ങനെയുള്ള വാക്കുകളിൽ ആദ്യത്തെ വേർഡിനാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് നൽകുന്നത് എങ്കിൽ, അതായത് ഇപ്പോൾ ഒരു ഫാദർ ഇല്ലോ എന്നെടുക്കാം, അതിൽ ഫാദർ എന്ന വേർഡിനാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് നൽകുന്നത് എങ്കിൽ അതിനോട് കൂടെ നമ്മൾ എസ് ഫോം ചേർത്ത് കൊണ്ടാണ് പ്ലൂരൽ ആക്കേണ്ടത്. ഓക്കെ, ക്ലിയർ ആയോ? എക്സാമ്പിൾ നോക്കിയേ. ഫാദർ ഇല്ലോ, ഫാദേഴ്സ് ഇൻ ലോ, ഫാദേഴ്സ് ഇൻ ലോ, ഫാദർ ഹൈഫൺ ഇൻ ഹൈഫൺ ലോ. ദെൻ ഫാദർ പ്ലസ് എസ് hyphen in hyphen law is equal to fathers in law. Then next, passer by, passers by, passer hyphen by is equal to passers by. അപ്പോൾ passer plus s hyphen by, passers by. brother in law, brother hyphen in hyphen law, brother plus s ഹൈഫൺ ഇൻ ഹൈഫൺ ലോ, ബ്രദേഴ്സ് ഇൻ ലോ. ക്ലിയർ ആയില്ലേ? അപ്പം എന്താണ്? ഹൈഫൺ യൂസ് ചെയ്ത വാക്കിനെ നമ്മൾ
പ്ലൂരൽ ആക്കുന്നതിന് വേണ്ടിയിട്ട് എസ് എന്നാണ് ആഡ് ചെയ്യേണ്ടത്. അത് ആഡ് ചെയ്യേണ്ടത് എവിടെയാണ്? നമ്മൾ ആ ഒരു വേർഡിൽ ഏത് വാക്കിനാണോ, ആദ്യത്തെ വാക്കിനാണോ അവസാനത്തെ വാക്കിനാണോ നമ്മൾ ഏതിനാണ് ഇമ്പോർട്ടൻ്റ് നൽകുന്നത് എന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെയാണ് നമ്മൾ എന്ത് ആഡ് ചെയ്യേണ്ടത്? എസ് എന്നുള്ള ലെറ്ററിനെ ആഡ് ചെയ്യേണ്ടത്. ഇപ്പം നമ്മളിപ്പോൾ ആദ്യം പറഞ്ഞത് ആദ്യത്തെ വേർഡിന് ഇമ്പോർട്ടൻ്റ് നൽകിയതിന് ശേഷം കൂടെ എസ് ആഡ് ചെയ്തുകൊണ്ടുള്ള എക്സാമ്പിൾസ് ആണ് ഇപ്പോൾ പറഞ്ഞത്. ദെൻ നെക്സ്റ്റ് ഏതാണ്? ഇതുപോലെ തന്നെ രണ്ടാമത്തെ വാക്കിന് ഇമ്പോർട്ടൻ്റ് നൽകുന്നത് എങ്കിൽ അതിൻ്റെ കൂടെ എസ് ചേർത്ത് പ്ലൂരൽ ആക്കാം. എങ്ങനെയെന്ന് നമുക്ക് എക്സാമ്പിളിലൂടെ നോക്കാം. നേരത്തെ പറഞ്ഞു ആദ്യത്തിൽ ആഡ് ചെയ്യുന്നത്, രണ്ടാമത്തിൽ ആഡ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. സ്റ്റെപ്പ് ഫാദർ, സ്റ്റെപ്പ് ഫാദർ. അതിൽ രണ്ടാമത്തെ വേർഡായിട്ടുള്ള ഫാദറിന് ഇമ്പോർട്ടൻ്റ് നൽകി കഴിഞ്ഞാൽ നമുക്ക് എന്താണ് അവിടെ? ഫാദറിൻ്റെ കൂടെ പ്ലസ് എസ് ആഡ് ചെയ്തുകൊണ്ട് ഇസിക്വൽ ടു എങ്ങനെയാണ് വരിക? സ്റ്റെപ്പ് ഫാദേഴ്സ്, സ്റ്റെപ്പ് സൺ, സ്റ്റെപ്പ് സൺസ്. അപ്പോൾ സൺ പ്ലസ് എസ്, ഫാദർ പ്ലസ് എസ് ഈസ് ഈക്വൽ ടു സ്റ്റെപ്പ് ഫാദേഴ്സ്, സ്റ്റെപ്പ് സൺസ്. ക്ലിയർ ആയോ? സ്റ്റെപ്പ് ഫാദർ, സ്റ്റെപ്പ് ഫാദേഴ്സ്, സ്റ്റെപ്പ് സൺ, സ്റ്റെപ്പ് സൺസ്. ഇതിലെ വ്യത്യാസം ക്ലിയർ ആയില്ലേ? ആദ്യം ഫാദർ എന്ന ആദ്യ വാക്കിനൊപ്പം നമ്മൾ എസ് ചേർത്തു. ഫാദർ ഇൻ ലോ എന്ന ടേമിൽ ഫാദർ എന്ന ആദ്യത്തെ വാക്കിനാണ് നമ്മൾ എസ് ആഡ് ചെയ്തത്. പിന്നീട് രണ്ടാമത്തെ സെൻറ്റൻസിൽ നമ്മൾ പറഞ്ഞപ്പോൾ എന്താണ്? രണ്ടാമത്തെ വാക്കിന് ഇമ്പോർട്ടൻ്റ് നൽകി. മീൻസ് സ്റ്റെപ്പ് ഫാദർ അല്ലെങ്കിൽ സ്റ്റെപ്പ് സൺ എന്നെടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഒരു കൺഫ്യൂഷൻ വരും. അപ്പോൾ ആ ഒരു സ്റ്റെപ്പ് സണ്ണിൽ സൺ എന്ന രണ്ടാമത്തെ വാക്കിൻ്റെ കൂടെ എസ് എന്ന് ചേർത്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? പ്ലൂരൽ ഫോം ആക്കി ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ നമ്മൾ റൂൾ നമ്പർ 7 എങ്ങനെയെന്ന് മനസ്സിലായില്ലേ? ദെൻ നെക്സ്റ്റ് ഏതാണ്? നെക്സ്റ്റ് ഏതാണ്? റൂൾ നമ്പർ 8. Some nouns can be written only in the plural forms. ചില നൗൺസ് സിംഗുലർ ഫോംസ് യൂസ് ചെയ്യാറേ ഇല്ല. എന്താണ്? സം നൗൺസ് ക്യാൻ ബി റിട്ടൺ ഓൺലി ദ പ്ലൂരൽ ഫോംസ്. പ്ലൂരൽ ഫോംസ് മാത്രമേ ഉള്ളവർക്ക്, അവർക്ക് സിംഗുലർ ഫോംസ് യൂസ് ചെയ്യാറ് പോലും ഇല്ല. അങ്ങനെയുള്ള വാക്കുകൾ നിങ്ങൾക്കറിയോ? ഫെമിലിയർ ആയിട്ടുള്ള കുറച്ച് വാക്കുകളുണ്ട്. ഏതൊക്കെയാണ്? സിസേഴ്സ്, ട്രൗസേഴ്സ്, പാൻസ്. ഇതിനൊന്നും ഒരു സിംഗുലർ ഫോം ഇല്ല. സിസേഴ്സ്, ട്രൗസേഴ്സ്, പാൻസ്. ഏതൊക്കെ? സിസേഴ്സ്, ട്രൗസേഴ്സ്, പാൻസ്. ഇതെല്ലാം സിംഗുലർ ഫോംസ് യൂസ് ചെയ്യാതെ പ്ലൂരൽ ഫോംസ് മാത്രം യൂസ് ചെയ്യുന്ന ടേംസ് ആണ്. ക്ലിയർ ആയോ? റൂൾ നമ്പർ 8 എന്താണ്? ചില വാക്കുകൾക്ക് സിംഗുലർ ഫോംസ് യൂസ് ചെയ്യാറില്ല, പകരം പ്ലൂരൽ ഫോംസ് മാത്രം യൂസ് ചെയ്യാറുള്ളൂ. സിസേഴ്സ്, ട്രൗസേഴ്സ്, പാൻസ് എന്നാണ് അതിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. Then rule number 9. Some nouns show the attributes of plural form but are singular. Some nouns show the attributes of plural form but are singular. ചില നൗൺ കാണുമ്പോൾ പ്ലൂരൽ ആയിട്ട് നമുക്ക് തോന്നും, പക്ഷേ അവ എന്താണ്? സിംഗുലർ ഫോമാണ്. ചില വാക്കുകൾ കാണുമ്പോൾ നമുക്ക് തോന്നും ഇതൊക്കെ എന്താണ്? എസ് ഫോം ലാസ്റ്റ് വന്നിട്ടുണ്ടല്ലോ, അപ്പം ഇതെല്ലാം പ്ലൂരൽ ആണല്ലോ എന്ന് നമുക്ക് തോന്നും. പക്ഷെ ഒരിക്കലല്ല, അതൊക്കെ എന്താണ്? സിംഗുലർ ഫോമാണ്. നേരത്തെ നമ്മൾ പറഞ്ഞത് എന്താണ്? സിംഗുലർ ഫോം ഉപയോഗിക്കാറില്ല. അപ്പോൾ സിസേഴ്സിനൊന്നും എന്തുകൊണ്ടാണ്? ഈ സിസേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? കത്രിക അല്ലേ? എന്തുകൊണ്ടാണ് അതിന് നമ്മൾ പ്ലൂരൽ ഫോംസ് മാത്രം ഉപയോഗിക്കുന്നത്, സിംഗുലർ ഫോംസ് യൂസ് ചെയ്യാതെ? 2 ബ്ലേഡ്സ് ആഡ് ചെയ്തുകൊണ്ട് നമ്മൾ ഉണ്ടാക്കിയൊരു മെറ്റീരിയലാണ് സിസേഴ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ അതിനെ എന്താണ്? പ്ലൂരൽ ഫോം മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. അപ്പോൾ നമ്മൾ റൂൾ നമ്പർ 9 എന്താണ് പറഞ്ഞത്? സം നൗൺസ് ഷോ ദ ആട്രിബ്യൂട്ട്സ് ഓഫ് പ്ലൂരൽ ഫോം ബട്ട് ആർ സിംഗുലർ. ചില നൗൺസ് കാണുമ്പോൾ നമുക്ക് തോന്നും ഇത് പ്ലൂരൽ ഫോം ആണ്, കാരണം എസ് ഫോം അതിലുണ്ട്. ഒരിക്കലും അല്ല, അവ എന്താണ്? സിംഗുലർ ഫോം തന്നെയാണ്. ഏതാണ്? എക്സാമ്പിൾസ് നോക്കി. ന്യൂസ് എന്നതിൻ്റെ ലാസ്റ്റ് വരുന്നത് എസ് ആണ്, പക്ഷേ നമുക്ക് കാണുമ്പോൾ അത് ഒരു പ്ലൂരൽ ആയിട്ട് തോന്നെങ്കിലും അതെന്താണ്? സിംഗുലർ ഫോം ആണ്. ഫിസിക്സ്, ഏതാണ്? ഫിസിക്സ്. മാത്തമാറ്റിക്സ്, അതിൻ്റെയൊക്കെ എൻഡിങ് എസ് ഫോം ആണ്, പക്ഷെ അതൊക്കെ ഒരു സിംഗുലർ ഫോം ആണ്. ക്ലിയർ ആയില്ലേ? ന്യൂസ്, ഫിസിക്സ്, മാത്തമാറ്റിക്സ്. റൂൾ നമ്പർ 10 എന്താണ്? സം നൗൺസ് എൻഡിങ് ഇൻ UM can be changed to plural by adding a. UM അവസാനിക്കുന്ന ചില സിംഗുലർ നൗണിലെ UM എന്ന ലെറ്ററിനെ റിമൂവ് ചെയ്തുകൊണ്ട് A ആഡ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? പ്ലൂരൽ ഫോമാറ്റ് കിട്ടുള്ളൂ. ഒരു സിംഗുലർ വേർഡിൻ്റെ ലാസ്റ്റ് നമുക്ക് വരുന്നത് UM എന്നാണ് എന്നുണ്ടെങ്കിൽ
ആ UM എന്ന ലെറ്റേഴ്സിനെ കട്ട് ചെയ്തുകൊണ്ട് നമുക്ക് അവിടെ എന്ത് ആഡ് ചെയ്യണം? A എന്ന് ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ക്രിയേറ്റ് ചെയ്യാം? പ്ലൂരൽ ഫോംസ് ക്രിയേറ്റ് ചെയ്യാം. ഏതാണത്? ഡാറ്റം. എക്സാമ്പിൾ നോക്കിയേ, ഡാറ്റം എന്നതിൻ്റെ ലാസ്റ്റ് എന്താണ്? UM ആണ്. അതിൽ ആ UMനെ കട്ട് ചെയ്തുകൊണ്ട് നമുക്ക് പ്ലൂരൽ ആക്കുന്നതിന് വേണ്ടി നമ്മൾ അവിടെ എന്ത് ആഡ് ചെയ്തു? A ആഡ് ചെയ്തു. ഏതാണ്? A ആഡ് ചെയ്തു. അപ്പോൾ ഡാറ്റം എന്നത് എന്തായിട്ട് മാറി? ഡാറ്റ എന്നായിട്ട് മാറി. ക്ലിയർ ആയോ? ഡാറ്റ. ഈ ഡാറ്റം എന്നത് സിംഗുലർ ഫോമും ഡാറ്റ എന്നത് പ്ലൂരൽ ഫോമുമാണ്. ഓക്കെ, അതുപോലെ നൗൺസിൻ്റെ എൻഡിങ് ഓൺ എന്നാണ് വന്നത് എന്നുണ്ടെങ്കിൽ, ഇപ്പം നമ്മൾ പറഞ്ഞത് UM വന്നത് ആണെങ്കിൽ അതിനെ റിമൂവ് ചെയ്തിട്ട് A ആഡ് ചെയ്യാനാണ്. അതുപോലെ തന്നെ ആ ഒരു വേർഡിൻ്റെ ലാസ്റ്റ് ഓൺ എന്നാണ് വന്നതെങ്കിൽ ആ ഓണിനെയും നമ്മൾ റിമൂവ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക? A ആഡ് ചെയ്തുകൊണ്ടാണ് പ്ലൂരൽ ഫോമിലേക്ക് മാറ്റുന്നത്. ക്രൈറ്റീരിയൻ. ക്ലിയർ ആയോ? ക്രൈറ്റീരിയൻ. അതിൽ ലാസ്റ്റ് വന്നിട്ടുള്ളത് എന്തേ നോക്കിയേ? ON ആണ് അല്ലേ? അതിനങ്ങ് കട്ട് ചെയ്തിട്ട് നമുക്ക് പ്ലൂരൽ ഫോം ആക്കാൻ എന്ത് ആഡ് ചെയ്യുക? A ആഡ് ചെയ്യുക. ക്രൈറ്റീരിയൻ. ക്ലിയർ ആയോ? ഡാറ്റ, ക്രൈറ്റീരിയ. ഓക്കെ, അപ്പോൾ റൂൾ നമ്പർ 10 എന്താണ്? UM എന്നതും ഓൺ എന്നതും ഒരു വേർഡിൻ്റെ ലാസ്റ്റ് വന്നു കഴിഞ്ഞാൽ ആ രണ്ട് ലെറ്റേഴ്സും ആ രണ്ട് ഫോംസിനെയും നമ്മൾ റിമൂവ് ചെയ്തുകൊണ്ട് അവിടെ പ്ലൂരൽ ഫോം ആക്കുന്നതിന് വേണ്ടി നമ്മൾ A എന്ന ലെറ്ററിനെ ആഡ് ചെയ്യുക. ക്ലിയർ ആയോ? ഡാറ്റ, ക്രൈറ്റീരിയ. ഓക്കെ, റൂൾ നമ്പർ 10 ഇത്രയാണ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ഏതാണ്? റൂൾ നമ്പർ 11. certain foreign words react in their foreign plurals. എന്താണ്? certain foreign words react in their foreign plurals. certain foreign words return their foreign plurals. നമ്മളെ വിദേശ വാക്കുകളെ നമ്മൾ എന്ത് ചെയ്യുന്നു? പ്ലൂരൽ ആക്കുന്നതാണ് നമുക്ക് റൂൾ നമ്പർ 11 പറയുന്നത്. അപ്പോൾ ഏതൊക്കെയാണത്? എക്സാമ്പിൾസ് നോക്കിയേ. അപ്പെൻഡിക്സ്, അപ്പെൻഡീസസ്, ആക്സിസ്, axis. Appendix, appendices, axis. Okay, then rule number 12. Some nouns are not changed in singular terms, both the singular and plural forms of the word. It because it called irregular plural noun. എന്താണ്? Some nouns are not changed in singular terms. സിംഗുലർ ടേംസിൽ നിന്നും യാതൊരുവിധ ചേഞ്ചും ഇല്ലാതെ പ്ലൂരൽ നൗണും അതുപോലെ ഇരിക്കുന്നതാണ് നമുക്ക് റൂൾ നമ്പർ 12 പറയുന്നത്. അതുകൊണ്ട് ഇവരെ വിളിക്കുന്ന പേരെന്താണ്? ഇറഗുലർ പ്ലൂരൽ നൗൺ എന്നാണ് ഇവരെ അറിയപ്പെടുന്നത്. നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തതിൽ മിക്കതും ഏതാണ്? റെഗുലർ നൗൺസ് ആണ്. ഓക്കെ, നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തതിൽ ഒരു ടേംസ് നമുക്ക് വരുന്നുണ്ട്. ഏത്? ഇറഗുലർ ഫോമാറ്റ് വരുന്നുണ്ട്. ഏതാണ് നമുക്കത് വരുന്നത്? അത് സിംഗുലർ ഫോംസും അതേപോലെ പ്ലൂരൽ ഫോംസും ഒരുപോലെ ഉള്ളതല്ല കേട്ടോ, പക്ഷെ അത് ഇറഗുലർ നൗൺസ് ആണ്. അതേതാണ്? മാൻ, മെൻ എന്ന് പറഞ്ഞ ടേം ഇല്ലേ? മാൻ, മെൻ എന്ന് പറയുന്ന ആ ഒരു ടേം റൂൾ നമ്പർ 6 പറയുന്നത് നമുക്ക് അതിൽ എന്താണ് പറയുന്നത്? അതിൽ നമുക്ക് സിംഗുലർ ഫോമാറ്റിൽ നിന്നും ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കും, ഡിഫറെൻറ്റ് വേർഡ് തന്നെയായിരിക്കും എന്ത് വരുന്നത്? പ്ലൂരൽ ഫോമാറ്റ് എന്നൊക്കെയാണ് പറയുന്നത് അല്ലേ? മാൻ, മെൻ, ഓക്സ്, ഓക്സൻ, ടൂത്ത്, ടീത്ത്, മൗസ്, മൈസ്, ഇതൊക്കെ ഏതാണ്? ഇറഗുലർ നൗൺസ് ആണ്. അപ്പം എന്താണ്? മാൻ എന്ന് പറയുന്നത് മനുഷ്യൻ എന്നാണ്. മാൻ എന്ന് പറയുന്നത് എന്താണ്? മനുഷ്യൻ എന്നാണ്. അതേ സെയിം സ്റ്റാൻഡേർഡ് പാറ്റേണിനെ ഫോളോ ചെയ്യാതെ വരുന്നതാണ് ഇറഗുലർ നൗൺസ് എന്ന് പറയുന്നത്. മീൻസ് അതിൻ്റെ സ്റ്റാൻഡേർഡ് പാറ്റേൺസിനെ ഫോളോ ചെയ്ത് വരാത്തതാണ് എന്ത്? ഇറഗുലർ നൗൺസ് എന്ന് പറയുന്നത്. അപ്പം മാൻ എന്ന് പറഞ്ഞാൽ നമുക്ക് മനുഷ്യൻ എന്നാണ്. അപ്പം അതിൻ്റെ ബഹുവചനം എന്താ വരിക? മനുഷ്യർ അല്ലേ? മനുഷ്യൻ എന്നാൽ ഒരു ഏകവചനമാണ്, അതിൻ്റെ ബഹുവചനം എന്താ വരിക? മനുഷ്യർ. പക്ഷെ നമുക്ക് പാറ്റേണിൽ എന്താണ് വന്നിരിക്കുന്നത്? മാൻ, മെൻ. ഇപ്പോൾ ബഹുവചനം എന്താണ്? പുരുഷന്മാർ എന്നായി മാറി. മാൻ എന്നത് ഒരു മനുഷ്യൻ എന്നാണ്, അത് ഒരു ബഹുവചനമാക്കിയപ്പോൾ എന്തായിട്ട് മാറി? മെൻ എന്നായിട്ട് മാറി. മെൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പുരുഷന്മാർ എന്നാണ്. അപ്പോൾ സ്റ്റാൻഡേർഡ് പാറ്റേൺ ആണോ? അപ്പോൾ നമ്മൾ പറഞ്ഞു മാൻ എന്നതിൻ്റെ എന്താണ്? ബഹുവചനം മെൻ ആയിട്ടാണ് ഇറഗുലർ ഫോമാറ്റിൽ മാറുന്നത് എന്ന്. അപ്പോൾ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത റൂൾസിൽ എന്താണ്? റൂൾ നമ്പർ 6ഉം അതുപോലെ റൂൾ നമ്പർ 12 എന്താണ്? ഇറഗുലർ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഏതാണ്? റൂൾ നമ്പർ 12 ആണ്. അപ്പോൾ നമുക്ക് അതിലോട്ട് തന്നെ വരാം.
Some nouns are not changed in singular terms. Both the singular and plural forms of the word. എന്താണ്? സിംഗുലർ ഫോംസിൽ നിന്നും യാതൊരുവിധ ചേഞ്ചും ഇല്ലാതെ തന്നെ പ്ലൂരൽ ഫോമാറ്റിലേക്ക് മാറ്റം വരുത്തുന്നതിനെയാണ് നമ്മൾ റൂൾ നമ്പർ 12 പറയുന്നത്. ഇതേതാണ്? ഇറഗുലർ പ്ലൂരൽ നൗൺസ് ആണ്. ഓക്കെ, അപ്പോൾ സിംഗുലർ ഫോമാറ്റ് ഏതാണ്? ഷീപ്പ്. ഷീപ്പ് എന്ന് പറയുന്നതിൻ്റെ പ്ലൂരൽ ഫോമാറ്റും എന്താണ്? ഷീപ്പ് തന്നെയാണ്. യാതൊരുവിധ മാറ്റങ്ങളും ഇതിലില്ല. ദെൻ നെക്സ്റ്റ് ഡിയർ, ഡിയർ. ഫിഷ്, ഫിഷ്. സീരീസ്, സീരീസ്. ഷീപ്പ്, ഷീപ്പ്. ഡിയർ, ഡിയർ. ഫിഷ്, ഫിഷ്. സീരീസ്, സീരീസ്. ഈ പറഞ്ഞ എല്ലാ വേർഡ്സും സെയിം ആണ് അല്ലേ? സിംഗുലർ ഫോമാറ്റും പ്ലൂരൽ ഫോർമാറ്റും സെയിം ആണ്. യാതൊരുവിധ ചേഞ്ചസും ഇല്ല. ഇപ്പോൾ റൂൾ നമ്പർ 12 പറയുന്നത് എന്താണ്? നമുക്ക് തരുന്ന വേർഡ്സിലെ ചില വേർഡ്സിന് സിംഗുലറും പ്ലൂരലും ഒന്ന് തന്നെയാണ്, യാതൊരുവിധ ചേഞ്ചസും ഇല്ലാത്തതാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് ഒരു സിംഗുലർ ഫോർമാറ്റിനെ നമ്മൾ പ്ലൂരൽ ഫോർമാറ്റിലേക്ക്, ഒരു സിംഗുലർ നൗണിനെ പ്ലൂരൽ നൗണിലേക്ക് മാറ്റുന്നതിനുള്ള റൂൾസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ വരിക. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്ന് എന്താണ് ഡിസ്കസ് ചെയ്തത്? സിംഗുലർ നൗണിനെ പ്ലൂരൽ നൗൺ ആക്കുന്നതിനുള്ള റൂൾസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതോടുകൂടി നമ്മുടെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ബാക്കി വീഡിയോവുമായി നമുക്ക് നാളെ വീണ്ടും കാണാം. ഓക്കെ, ബൈ.